ഹലോ, ഇന്നൊരു കുട്ടി വ്ളോഗുമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ദുബായിൽ വന്നിരിക്കുകയാണ്. ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. വൈകുന്നേരമായപ്പോൾ ദുബായ് എത്തി. ഇന്ന് 6 മണിക്ക് ദുബായ് മെറീനയിൽ നിന്ന് ഒരു 1 അവർ യാട്ടിൻ്റെ ടൂറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷേഖ് സയദ് റോഡ് കൂടിയാണ്. ദുബായിൻ്റെ മെയിൻ റോഡാണ് ഈ ഷേഖ് സയദ് റോഡ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കാണാമല്ലോ. എന്ത് ബിൽഡിങ്സാണ് നോക്കിയാൽ, ഹൈ ബിൽഡിങ്സ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. നല്ല ഭംഗിയാട്ടോ അതിലൂടെ ഡ്രൈവ് ചെയ്യുമ്പം. ഈ ബിൽഡിംഗ് കാണാൻ തന്നെ ഒരു രസമാണ്. വലതുവശത്തൂടി മെട്രോ പോകുന്നുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ പേരാണ് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം. ഇതൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. 7 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത്യാവശ്യം പുതിയതായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. 6 വർഷം എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ബിൽഡിംഗ്. ആറ് മണിയായപ്പം ഞങ്ങൾ ദുബായ് മറീനയിലെത്തി. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൺസെറ്റ് ക്രൂസ് ആണ് കേട്ടോ. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂറായിരുന്നു അത്. എന്ത് ഭംഗിയാ മറീന കാണാൻ. വെള്ളവും ബിൽഡിങ്ങും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. കടലും ബിൽഡിങ്ങും ഒക്കെ നല്ലൊരു ആംബിയൻസ്. ഇതാണ് എയിൻ ദുബായ്. ഇത് ഫെറസ് വീലാണ്. ഇത് ദുബായിലെ ഒരു ടോളസ്റ്റ് സ്ട്രക്ചർ തന്നെയാണിത്. കുറച്ചു കാലം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ വീണ്ടും അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കാലാവസ്ഥയായിരുന്നു. ചൂടും ഇല്ല തണുപ്പും ഇല്ല. നല്ല കാറ്റും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു വെതറായിരുന്നു. ഞങ്ങൾ കുറെ പിക്ചേഴ്സൊക്കെ എടുത്തു. അപ്പോഴേക്കും സമയം സന്ധ്യയായി. അപ്പോഴേക്കും സൺസെറ്റ് ആയിട്ടോ. നല്ല മെയിൻ ഹൈലൈറ്റ് ആയിട്ട് സൺസെറ്റ് കണ്ടു. നല്ല ഭംഗിയായിരുന്നു സീന്ന് സൺസെറ്റ് കാണാൻ. തിരിച്ചു വരുമ്പോഴേക്കും രാത്രിയായി. രാത്രി വേറൊരു വ്യൂ ആണ് ദുബായ്ക്കുള്ളത്. ഈ ഡൗ ക്രൂസസ് ഒക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബിൽഡിങ്ങിലൊക്കെ മൊത്തം ലൈറ്റായിട്ട് വേറൊരു ആംബിയൻസും വൈബും ആയിരുന്നു. ഈ ടൂറിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് സിറ്റി വാക്കിലേക്കാണ്. ഇത് അൽസഫ പാർക്കിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ സിറ്റി വാക്ക്. ആദ്യം ഇവിടെ അങ്ങനത്തെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. അതെന്ത് ഭംഗിയായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തതെന്നറിയോ. ഇവിടെ നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കാനും നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെയും നല്ലൊരു ആംബിയൻസും വൈബുമാണ്. കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ളൊരു സംവിധാനം ഉണ്ട്. ധാരാളം കഫേസും ഒക്കെ ഉണ്ട്. ഇതിന്റെ ബാക്കിൽ ബുർജ് ഖലീഫയാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ബുർജ് ഖലീഫ ഇങ്ങനെ കാണാം. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതൊന്നും നല്ല രസമായിരുന്നു. ഇതിലൂടെ നടത്തം തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു നടത്തം. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു നടത്തമായിരുന്നു ഇവിടെ. എല്ലായിടത്തും ലൈറ്റ് ഡെക്കറേഷൻ ആയിരുന്നു. ബുർജ് ഖലീഫിനെ കണ്ടുവോ ലൈറ്റൊക്കെ ഇട്ടിട്ട്? റമദാൻ ആയത് കാരണം ഇവിടെയൊക്കെ ഫുള്ളി ഡെക്കറേറ്റഡ് ആണ്. കുറേ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്.